in Ireland because a major working class protest is taking place right now in Dublin, sparked by what locals are calling mass uncontrolled immigration. It's set against the backdrop of arson attacks on all asylum seeker centres, soaring violence and even stabbings that have impacted local children and teachers. ഹലോ ഫ്രണ്ട്സ്, യുകെയിലേക്ക് കഴിഞ്ഞ ഒരു 4 വർഷമായിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ എത്തിയത് നേഴ്സസ് വിസയിലും അതുപോലെ തന്നെ കെയർ വിസയിലുമായിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട വിഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റുഡൻറ്റ് വിസയിൽ യു കെയിലേക്ക് എത്തിയ ആൾക്കാരായിരുന്നു. കാരണം സ്റ്റുഡൻറ്റ് വിസയിൽ യു കെയിൽ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് അവരുടെ പോസ്റ്റ് ഗ്രാജുവേഷൻ്റെ സമയത്ത് തന്നെ അവർക്ക് ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരാനായിട്ട് സാധിക്കുമായിരുന്നു. അവരുടെ ഡിപ്പെൻഡൻസിന് ഇഷ്ടംപോലെ ജോലി ചെയ്യാൻ സാധിക്കുമായിരുന്നു. അങ്ങനെയുള്ള സാധ്യതകൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മളുടെ മലയാളികൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് ഇന്ത്യക്കാരാണ് യു കെയിലേക്ക് എത്തിയത്. നമുക്കറിയാം, ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യു കെയിലേക്ക് വന്നിട്ടുള്ള ഈ സ്റ്റുഡൻറ്റിനോ അല്ലെങ്കിൽ കെയർ വിസയിൽ വന്നിട്ടുള്ള ആൾക്കാർക്കോ ഈവൻ നേഴ്സസ് വിസയിൽ വന്നിരിക്കുന്ന അല്ലെങ്കിൽ വരാനിരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചോളം വളരെയധികം ബുദ്ധിമുട്ടുകൾ നിറഞ്ഞ ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് യു കെ കടന്നു പോകുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, കഴിഞ്ഞ ഒരു 6 മാസമായിട്ട് യു കെയിലേക്ക് ഈ ഒരു കെയർ വിസയ്ക്ക് വേണ്ടി ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് COSന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന 100 കണക്കിന് ആൾക്കാരുടെ ഓരോ മെസ്സേജുകളാണ് ഓരോ ദിവസവും നമ്മൾക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല യു കെയിൽ എത്തിയിട്ടുള്ള, അതായത് 10-15 ലക്ഷം രൂപ മുടക്കിയിട്ട് യു കെയിലേക്ക് കെയർ വിസകളിൽ വന്നിട്ടുള്ള ആൾക്കാർ ബുദ്ധിമുട്ടുന്ന ഓരോ പ്രശ്നങ്ങൾ ഇപ്പോൾ ഓരോ ദിവസവും നമ്മൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളെ ഒന്ന് അറിയിക്കേണ്ടതായിട്ടുണ്ട്. കാരണം നിങ്ങളിപ്പോഴും 15 അല്ലെങ്കിൽ 20 ലക്ഷം രൂപ കൊടുത്തിട്ട് യു കെയിലേക്ക് ഈ ഒരു കെയർ വിസയിൽ വരാനായിട്ട് ഇപ്പോഴും നിങ്ങൾ കബളിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം യു കെയിലേക്ക് ഈ ഒരു 15-20 ലക്ഷം രൂപ കൊടുത്ത് നിങ്ങൾക്കൊരു വിസ ലഭിച്ചു കഴിഞ്ഞാൽ പോലും യു കെയിൽ എത്തി ഏതെങ്കിലുമൊക്കെ നേഴ്സിംഗ് ഹോമിലാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോഴത്തെ ഒരു നിയമം എന്ന് പറഞ്ഞാൽ CQCയുടെ റെഗുലേറ്റ് ചെയ്തിരിക്കുന്ന നേഴ്സിംഗ് ഹോമുകൾ മാത്രമേ COS ലഭിക്കത്തുള്ളൂ. അത് നമുക്കറിയാം, ഒരു കഴിഞ്ഞ ഒരു 6-7 മാസമായിട്ട് വളരെയധികം വിരളമായിട്ടാണ് ഇപ്പോഴത്തെ കെയർ വിസകൾ നൽകുന്നത്. യു കെയെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ നെറ്റ് ഇമിഗ്രേഷൻ കുറയ്ക്കുക എന്നുള്ളതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രയോറിറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സ്റ്റുഡൻറ്റ് വിസയാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ സെപ്റ്റംബർ ഇൻടേക്കിലേക്ക് വരുമ്പോൾ നമ്മളുടെ ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാർ വളരെയധികം കുറച്ച് സ്റ്റുഡൻസ് മാത്രമാണ് ഇപ്പോൾ യു കെയിൽ എത്തുന്നത്. എയർ വിസയിൽ വന്നിരിക്കുന്ന ആൾക്കാർ വർക്ക് വിസകൾ നഷ്ടപ്പെടുന്ന ധാരാളം കംപ്ലൈൻറ്റുകൾ ഇപ്പോൾ ദിവസവും വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇവിടെ വന്നതിന് ശേഷം നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ ഈ ഒരു CQCയുടെ അണ്ടറിലല്ലാത്ത നേഴ്സിംഗ് ഹോമുകളിലൊക്കെ ഇപ്പോൾ ഇൻസ്പെക്ഷനും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് പോകുന്നു. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇൻസ്പെക്ഷനിൽ ഫെയിലാകുകയാണ് ആ ഒരു നേഴ്സിംഗ് ഹോമിൻ്റെ ലൈസൻസ് നഷ്ടപ്പെട്ട ആൾക്കാർ ജോലി ഇല്ലാതായിരിക്കുന്ന വലിയ കംപ്ലൈൻറ്റുകൾ പല ആൾക്കാരുടെ ഇടയിൽ നിന്ന് ഇപ്പോഴേ കേൾക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. നമുക്കറിയാം, ഒരു നേഴ്സിംഗ് ഹോമിൽ വന്ന് നിങ്ങൾക്ക് 2 വർഷത്തെ ഒരു വർക്ക് പെർമിറ്റ് COS ലഭിച്ചു കഴിഞ്ഞാൽ ആ നേഴ്സിംഗ് ഹോമിൻ്റെ ഏതെങ്കിലും കാരണത്താൽ അതിൻ്റെ ലൈസൻസ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ നമ്മളുടെ വിസ ഓട്ടോമാറ്റിക്കായിട്ട് ക്യാൻസലാകും. നമ്മൾ 30 ദിവസം അല്ലെങ്കിൽ 60 ദിവസത്തിനുള്ളിൽ വീണ്ടും ഒരു വർക്ക് പെർമിറ്റ് കണ്ടുപിടിക്കാനായിട്ട് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ വലിയ ബുദ്ധിമുട്ടാണ്. ഇങ്ങനെയുള്ള കുറേ കംപ്ലൈൻറ്റുകൾ ഇപ്പോഴും പല ആൾക്കാരുടെ ഇടയിൽ നിന്നും വന്നുകൊണ്ടിരിക്കണം. The increased number of migrants has put pressure on resources like housing and healthcare, causing some concerns among locals. സ്റ്റുഡൻറ്റ് വിസയിൽ അവർ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 വർഷത്തിനൊക്കെ മുമ്പ് വന്നിട്ടുള്ള ആൾക്കാർ അവരുടെ പഠനം കഴിഞ്ഞു, അവർക്ക് അവരുടെ ഗ്രാജുവേഷൻ കഴിഞ്ഞു, അവരുടെ സർട്ടിഫിക്കറ്റ് ലഭിച്ചു, എല്ലാം കഴിഞ്ഞു. അവരുടെ ഒരു ഗ്രാജുവേറ്റ് റൂട്ട് വിസയിൽ കൂടി, അതായത് PSW കൂടിയാണ് ഇപ്പോൾ അവർ കടന്ന് പോകുന്നത്. പക്ഷെങ്കിൽ ഇവിടെ ഒരു ജോലിക്ക് വേണ്ടി അന്വേഷിച്ച് കഴിയുമ്പോൾ ഒരു ജോലി ലഭിക്കാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടാണ്. നമ്മൾ യു കെയെക്കുറിച്ച് നമ്മൾ പൊതുവേ അറിയണമെന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇഷ്ടം പോലെ വേക്കൻസികളുണ്ട്. പക്ഷെങ്കിൽ ഇതേപോലൊക്കെ ഒരു വർക്ക് പെർമിറ്റ് ലഭിക്കേണ്ടുന്ന ഒരു ജോലിക്ക് വേണ്ടി ഒരു സ്റ്റുഡൻറ്റ് അവരിവിടെ ഗ്രാജുവേറ്റ് ആയ ഒരാളാണ്, അവർക്ക് ഇവിടുത്തെ സർട്ടിഫിക്കറ്റ് ഉണ്ട്, എക്സ്പീരിയൻസ് ഉണ്ട്, അങ്ങനെയുള്ള ഒരാൾക്ക് പോലും ഇവിടെ ഒരു ജോലി ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. എക്സാമ്പിൾ, ഞാൻ കഴിഞ്ഞ ദിവസം കേട്ടൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ടീച്ചേഴ്സിൻ്റെ ഇഷ്ടം പോലെ വേക്കൻസികളുണ്ട്. പക്ഷെങ്കിൽ ഇവിടെ വന്ന് ഗ്രാജുവേറ്റ് ആയിക്കഴിഞ്ഞിട്ട് പോലും ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ടീച്ചറിന് പോലും ഇവിടെ ഒരു സ്കൂളിലോ അല്ലെങ്കിൽ ഒരു കോളേജിലോ ഒരു ജോലി ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം അവരൊരു
വർക്ക് പെർമിറ്റിന് വേണ്ടി ഒരു ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ അപ്പോൾ തന്നെ അത് ഓട്ടോമാറ്റിക്കായിട്ട് റിജക്റ്റ് ആകുകയാണ്. ഇവിടുത്തെ ഒരു ടീച്ചേഴ്സിൻ്റെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ധാരാളം വേക്കൻസികളാണ് ഇപ്പോഴും UK-യിലുള്ളത്. പക്ഷേ ഇവിടെ വന്ന് പഠിച്ച് ഗ്രാജുവേറ്റായി പാസ്സായി എക്സ്പീരിയൻസ് ഉള്ള ഒരു ടീച്ചർ പോലും ഒരു വേക്കൻസിക്ക് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ വർക്ക് പെർമിറ്റ് ആവശ്യമുണ്ട് എന്ന് അറിഞ്ഞു കഴിയുമ്പോൾ അവിടെ വെച്ച് അവരുടെ വിസ ആപ്ലിക്കേഷൻ റദ്ദായി പോവുകയാണ്. കാരണം അവർക്കൊരു വിസ ഇവിടെ ലഭിക്കുന്നില്ല. അപ്പം അങ്ങനെയുള്ള ഒരു സ്ട്രഗിൾ കൂടിയാണ് സ്റ്റുഡൻറ്റ് ഇപ്പോഴും കടന്നു പോകുന്നത്. നമുക്കറിയാവുന്ന ധാരാളം കേസുകളുണ്ട്. കാരണം സ്റ്റുഡൻസ് ഇവിടെ വന്നതിന് ശേഷം നല്ല നല്ല കോഴ്സുകളൊക്കെ എടുത്ത് ഫിനാൻസും അതുപോലെ തന്നെ ബാങ്കിങ്ങും അതുപോലെയുള്ള നല്ല നല്ല കോഴ്സുകളൊക്കെ ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഒക്കെ വന്നിട്ട് ഇവിടെ പഠിച്ചതിന് ശേഷം ഇപ്പോൾ ഒരു ജോലിക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിൽ കൂടിയാണ് അവരിപ്പോഴും കഴിയുന്നത്. കാരണം 5-6 മാസങ്ങളൊക്കെ മാത്രമാണ് അവരുടെ ഈ ഒരു പോസ്റ്റ് സ്റ്റഡി വിസയിൽ ഇപ്പോഴും ബാക്കിയുള്ളത്. ഈ ഒരു 6 മാസത്തിനുള്ളിൽ അവർ എവിടെയെങ്കിലും കയറിപ്പറ്റില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് തിരിച്ചു പോകാൻ. അപ്പോൾ അവർ ചെയ്യുന്ന അവസാനത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒരു കെയർ വിസയിൽ കയറുക എന്നുള്ളതാണ്. നമുക്കറിയാം നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കെയർ വിസയിലൊക്കെ ഇഷ്ടം പോലെ വേക്കൻസികൾ ഉണ്ടായിരുന്നു. ആ ഒരു സമയത്ത് കയറി കഴിഞ്ഞാൽ മിക്കവാറുമുള്ള ഇവിടെ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് ഫ്രീ ആയിട്ടൊക്കെ കെയർ വിസ ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഇവിടെയുള്ള ഒരു സ്റ്റുഡൻറ്റ് അവർ മാസ്റ്റേഴ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം ഹൈ ഡിഗ്രിയുമായിട്ട് നിൽക്കുന്ന ഒരാൾ പോലും ഇവിടുത്തെ ഒരു നേഴ്സിംഗ് ഹോമിൽ ഒരു വിസ ഈ ഒരു കെയർ അസിസ്റ്റൻ്റ് വിസ ലഭിക്കണമെന്നുണ്ടെങ്കിൽ 15 ലക്ഷം രൂപ 15,000 പൗണ്ടൊക്കെയാണ് ഓരോരുത്തർ ചോദിക്കുന്നത്. 2 വർഷത്തെയെങ്കിലും വർക്ക് പെർമിറ്റ് ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വർക്ക് പെർമിറ്റിൽ നിന്നുകൊണ്ട് അവർ പഠിച്ച ആ ഒരു പ്രൊഫഷനിലേക്ക് മാറാനുള്ള സാധ്യതകൾ അല്ലെങ്കിൽ ആ ഒരു മോഹം കൊണ്ടാണ് മിക്കവാറുമുള്ള സ്റ്റുഡൻസ് ഈ ഒരു കെണിയിൽ ഇപ്പോഴും പെടുന്നത്. കാരണം അവരെ നമുക്കൊന്നും പറയാനായിട്ട് സാധിക്കില്ല. കാരണം ഇത്രയും നാൾ പഠിച്ചു 2-3 വർഷത്തോളം UK-യിൽ നിന്നു, അതിനുശേഷം ഒന്നുമില്ല നാട്ടിലേക്ക് തിരിച്ചു പോകുന്നതിനെക്കാട്ടിൽ നല്ലത് ഇവിടെ ഒരു കെയർ വിസയാണെങ്കിൽ പോലും അത് തരപ്പെടുത്തിക്കൊണ്ട് ഇവിടെ നിൽക്കുക, അതിൻ്റെ ആ ഒരു സെയിം ടൈമിൽ എങ്ങനെയെങ്കിലും അവരുടെ പ്രൊഫഷനിലേക്ക് എത്തപ്പെടുക എന്നുള്ളതാണ് ഇപ്പോൾ അവരുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. The UK is seeing an unprecedented number of illegal immigrants. In just the past year, their numbers have surged, putting extra strain on local communities. Violent incidents are happening more often. From gang fights to random attacks, the safety of everyday people is in danger. The government has introduced stricter measures, but are they enough? Richard Tice has strong views on immigration, saying, "I think it's time we admitted that immigration has ruined this country." UK-യിലെ ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ ഏറ്റവും വേഴ്സായിട്ട് നമുക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു നെറ്റ് എമിഗ്രേഷൻ കൂടുന്നു എന്നുള്ള കാര്യമാണ്. പക്ഷേ നെറ്റ് എമിഗ്രേഷൻ ഇപ്പോഴും കുറഞ്ഞു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഫ്യൂച്ചറിൽ 1 വർഷമൊക്കെ കഴിയുമ്പോഴേ നെറ്റ് എമിഗ്രേഷൻ താഴേക്ക് വന്നു കഴിയുമ്പോൾ ഇതുപോലെയുള്ള ആൾക്കാർക്ക് ജോലി ലഭിക്കാനുള്ള സാധ്യതയുള്ളത്. കാരണം അങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ കമ്പനികളിലെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധാരാളം വേക്കൻസികളുണ്ട്. അപ്പോൾ ആ വേക്കൻസികൾ ഫില്ല് ചെയ്യാനായിട്ട് ഇവർ തുടങ്ങും. അപ്പോൾ ആ ഒരു സമയത്ത് ഇവർക്ക് അവരുടെ പ്രൊഫഷനിലേക്ക് മാറാനുള്ള ചാൻസ്. പക്ഷെ അത്രയും നാളിവിടെ നിൽക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് വിസ ഉണ്ടെങ്കിൽ മാത്രമേ വരുള്ളൂ. ഇതേപോലെയുള്ള പ്രശ്നങ്ങൾ കൂടിയാണ് UK ഇപ്പോഴും കടന്നു പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ UK-യിലേക്ക് വരാനിരിക്കുന്ന സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിലും കെയർ വിസയിൽ വന്ന് രക്ഷപ്പെടാമെന്ന് വിചാരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലും നിങ്ങൾ എല്ലാ കാര്യങ്ങളും അറിഞ്ഞതിന് ശേഷമേ UK-യിലേക്ക് വരാൻ മറ്റുള്ളവർ കാണുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും വേണം നന്ദി, നമസ്കാരം.